നമ്മുടെ വിവാഹ ബന്ധങ്ങളിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ വളരെ കോമൺ ആയിട്ടുണ്ട്. പല കേസുകളും വിവാഹമോചനത്തിലേക്കും ഇപ്പോൾ കോമൺ ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും വിവാഹ ബന്ധങ്ങളും തകരുന്നത് ഒരു സാഹചര്യം കൂടിയാണ് കണ്ടുവരുന്നത്. ഇതിപ്പോ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭർത്താവും അതായത് ഈ അമ്മയും മകനും തമ്മിൽ അഗാധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. കൂടുതലും അമ്മയ്ക്ക് മകനോട് ഇമോഷണൽ ഡിപ്പെൻഡൻസി വരാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടാത്ത സ്ത്രീകളും, അതേപോലെ ഹസ്ബൻഡ് അടുത്തില്ലാതെ ഒറ്റയ്ക്ക് ഒരു മക്കളെ നോക്കേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് മകനോട് കൂടുതലായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്. വിവാഹശേഷം തൻ്റെ മകന്റെ സ്നേഹം ഭാര്യയ്ക്കും കൂടി പകർന്നു പോവല്ലോ എന്നൊരു ഭയം അമ്മയ്ക്ക് കാര്യമായിട്ടുണ്ടാവുകയും, ഇത് മകന്റെ മനസ്സിലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞോ അറിയാതെ അവരുടെ വർത്തമാനത്തിലോ മകനും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാനും ഉള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് വിവാഹശേഷം മകന്റെ ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയോടുള്ള സ്നേഹം കുറഞ്ഞു എന്നുള്ളത് അമ്മയ്ക്ക് ഫീൽ ചെയ്യാതെ അമ്മയെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്താ ചെയ്യണ്ടേ എന്നുള്ളതാണ് മകന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. ഏത് രീതിയിൽ ബിഹേവ് ചെയ്താലാണ് അമ്മ പ്ലീസ്ഡ് ആവുക, അമ്മ പ്ലെസന്റ് ആവുക, അമ്മയുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് മകൻ അമിതമായി പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും. ശരിക്കും ഇങ്ങനെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വിവാഹശേഷം നമ്മളുടെ ബെറ്റർ ഹാഫ്, അതായത് ഭാര്യയ്ക്ക് അവളൊരു വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഈ ഭർത്താവിനെ മാത്രം വിശ്വസിച്ച് ഇറങ്ങി വരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഇങ്ങനെ കിട്ടാതെ വരുമ്പോൾ പെൺകുട്ടികൾ അവര് ആങ്സിയസ് ആവുകയും അവർ തമ്മിൽ ഭാര്യയും ഭർത്താവിനും തമ്മിൽ കലഹം കോമൺ ആവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പെൺകുട്ടികൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുക? അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കുണ്ടാവുന്ന വിഷമങ്ങളെല്ലാം എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീർക്കണം എന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ പ്രശ്നം ഒരിക്കലും സോൾവ് ആവുന്നില്ല. കാരണം മകന് ഈ ഒരു ശരിയായ പ്രശ്നം ശരിക്കും ഈ ഭാര്യയുടെ അടുത്ത് തുറന്നു പറയാനായിട്ട് സാധിക്കില്ല പലപ്പോഴും. അതായത് അമ്മയുടെ ഇമോഷണൽ വെൽബീയിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഭാര്യയുടെ അടുത്ത് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യും? സ്നേഹത്തിന് വേണ്ടി ഭർത്താവിനെ ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഭർത്താവ് എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, അങ്ങനെ ചെയ്യും. തിരിച്ചു വന്നതിന് ശേഷം ഭർത്താവിനോട് കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട്, എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ല, എൻ്റെ പ്രതീക്ഷകളൊന്നും നടന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റും കൂടെ വരുമ്പോൾ ഭർത്താവിന് ശരിക്കും ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ, രണ്ടിലും സാൻഡ്വിച്ച്ഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് എല്ലാവരുടെ ജീവിതത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചേസ് ചെയ്യുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ആ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശ്വാസം മുട്ട് ഉണ്ടാവും. അതായത് ഭർത്താവിൻ്റെ പ്രഷർ കൂടും, ഭർത്താവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അതേപോലെ തന്നെ ഈ ഭാര്യയ്ക്കും. പക്ഷേ ഈ പ്രശ്നം അവിടെ പെട്ടെന്നൊന്നും സോൾവ് ആക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അതായത് ഈ പെൺകുട്ടി സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രശ്നം സോൾവ് ആവാനായിരുന്നതിലും ഭേദം. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോറും പ്രശ്നം വേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് നമ്മളുടെ ഇമോഷണൽ വെൽബീയിങ്ങിന് പ്രാധാന്യം കൊടുത്ത് നമുക്കൊരു സുരക്ഷാ കവചം തീർത്ത് നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു പ്രശ്നം താനേ സോൾവ് ആയിട്ട് വരും. നമ്മളുടെ കരിയർ ഡെവലപ്മെൻറ്റിനും നമ്മളുടെ ഇമോഷണൽ ഹെൽത്തിനും വേണ്ടി പ്രാധാന്യം കൊടുത്ത് ഈ പെൺകുട്ടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടാവുന്ന തുടരെയുള്ള ഫൈറ്റുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.